നമ്മുടെ രാജ്യം ഒരു വലിയ സ്ഫോടനത്തിൽ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിലവിലുള്ളത്. ഡൽഹിയിൽ ഇപ്പോൾ ഒരു സ്ഫോടനം, അത് കുറച്ച് കാലങ്ങളായിട്ട് ഈ ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങൾ അതിർത്തികളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ രാജ്യ തലസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തെ സ്ഫോടനങ്ങൾ ഇപ്പോൾ കുറവായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ അത് ആദ്യം വന്നപ്പോൾ ഇത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. ഒന്നാമത് മിലിറ്ററി കൺട്രോൾ ചെയ്യുന്നൊരു ഏരിയയാണ് ഡൽഹി. ആർക്കും യാതൊരു ധാരണയുമില്ല. പക്ഷേ ഈ ദിവസം കഴിയുന്നതിന് ഇതിൻ്റെ സങ്കീർണത വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ സൂത്രധാരൻ ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഈ സ്ഫോടനത്തിൽ. പക്ഷേ ഇതിൻ്റെ ചെയിൻ ഓഫ് റിയാക്ഷൻ ഇപ്പം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം വന്നിട്ടുള്ളത് ഇതൊരു വലിയൊരു പദ്ധതിയായിരുന്നു. ഇതിപ്പം December 6 വരികയാണ് ബാബറി മസ്ജിദ് ദിവസത്തേക്ക്. അപ്പോൾ അന്നത്തേക്ക് തീർക്കാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി വന്നിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് ചർച്ചകൾ വരുന്നത്. ഈ നമ്മുടെ രാജ്യസ്നേഹം ഇതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നാഴികക്ക് 40 വട്ടം അതിൻ്റെ രാഷ്ട്രീയ സമവാക്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJPയുടെ തൊട്ട് മുമ്പിലാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത്. ഇതെങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തെ? ഒന്നാമത്തെ കാര്യം, ഇതൊരു നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ്. നമ്മൾ എവിടെയാണ്, നമുക്ക് സുരക്ഷിതരാണ് എന്നൊരു ബോധം ഇപ്പോൾ ഉണ്ടോ? സുരക്ഷിതരാണെന്ന് പറയാൻ കഴിയും? നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞിട്ടാണ് പഹൽഗാമിലേക്ക് ടൂറിസ്റ്റുകളെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? നമ്മൾ സുരക്ഷിതരല്ലാതായി. ഒരു അപകട മരണം അല്ലാതെ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാവുകയാണ്. ഡൽഹി പോലൊരു സുരക്ഷിതമായ, അത്രയും സെക്യൂർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നടന്നിട്ടില്ല. അതായത് ഇതുപോലൊരു സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബാക്കി ഏത് സ്ഥലത്തോളം നടക്കാമെന്നുള്ള സാഹചര്യത്തിലാണുള്ളത്. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ഇതിനകത്തൊരു വലിയ പരാജയമാണ്. ഈ പറയും പോലെ CBI, NSA അല്ലെങ്കിൽ NST, NIA, റോ, മിലിറ്ററി ഇൻ്റലിജൻസ്, ഇതിൻ്റെ എല്ലാം ആസ്ഥാനം വരുന്നത് ഡൽഹിയിലാണ്. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് ചെങ്കോട്ടയിലാണ്. ചെങ്കോട്ടയിൽ വെച്ചിട്ടാണ്, ഈ ചെങ്കോട്ടയ്ക്ക് മുമ്പിലുള്ള സിഗ്നലിൽ വെച്ചിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. അതിലാണ് ആൾക്കാർ മരണപ്പെടുന്നത്. നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? സത്യത്തിൽ ഒരു വളരെ ദുരന്തമായ ആഭ്യന്തര സുരക്ഷാ സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. ഈ സാധനത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുക തന്നെ വേണം. അമിത്ഷാ ഭയങ്കര ആനയാണ്, ചേനയാണ്, മാങ്ങയാണെന്ന് പറയണതല്ലാതെ അതുകൊണ്ട് ഒരു ഗുണം ആർക്കുണ്ട്? അയാളുടെ മോന് ഗുണം ഉണ്ടാകുന്നതല്ലാതെ ആർക്കും എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നത്? കുതിര കച്ചവടം നടക്കുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും കുതിര കച്ചവടം നടക്കുന്നുണ്ട്. ഇതല്ലാതെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഈ സംവിധാനത്തിൽ എന്താണ്? അതായത് ഫരീദാബാദിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സാധനം പിടിച്ചിട്ട് അതിൻ്റെ ലുക്കൗട്ട് നോട്ടീസിലുള്ള ആൾ ഡൽഹിയിൽ ഇവരുടെ മൂക്കിൻ തുമ്പത്ത് ഒരു ദിവസം മുഴുവൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ പല ഇതിലും പറയുന്നതാണ്, ഈ ഡൽഹിയിൽ കാറുകളുടെ പ്രായത്തിന് പരിധിയുണ്ട് മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ട്. സ്റ്റാൻഡേർഡ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ 10 വർഷം പഴക്കമുള്ള കാർ അതുവഴി ഓടിക്കൊണ്ട് നടക്കണം, ആരും കാണുന്നില്ല. ബീഹാർ ഇലക്ഷൻ്റെ തൊട്ട് തലേന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതുമായി ബന്ധപ്പെട്ട് കോൺസ്പിറസീസ് എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊന്നും ഫാക്ടറല്ല, അതൊന്നും പറയേണ്ട പോയിന്റ് ഇല്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രി എന്ത് ചെയ്തു, എന്ത് പറയുന്നു എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി പരിക്കേറ്റവരെ ആശുപത്രി പോയി സന്ദർശിച്ചെന്നുള്ളതൊക്കെയാണ്. പക്ഷേ അങ്ങനെ സന്ദർശിക്കേണ്ട ആളല്ല, അവരെ ആശുപത്രിയിലാവാതെ നോക്കേണ്ട ആളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അയാളെ കൊണ്ട് ഇത് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്ന കാര്യം. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ചെങ്കോട്ടയിൽ ഉണ്ടായ ആക്രമണം എന്ന് പറയുന്നത് ഇപ്പം അവസാനത്തതെന്ന് നമുക്ക് ഇപ്പം പറയാൻ വേണ്ടി കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ഇന്ത്യയുടെ ഒരു അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. ഇപ്പം ഈ പറഞ്ഞ പഹൽഗാമിന്റെ കാര്യം പറയുന്നുണ്ട്. അവിടത്തേക്ക് ഈ തീവ്രവാദി എത്തുന്നത് എങ്ങനെയാണ്? 2 വീലറിലാണ് വരുന്നത്. 2 വീലറിൽ, അതായത് തോക്കുധാരിയായ ഒരാൾ 2 വീലറിൽ വന്ന് ഈ പറയുന്ന ടൂറിസ്റ്റുകളെ ഈ ഗൺ പോയിന്റിൽ നിർത്തി ഷൂട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എന്നുള്ളതാണ്. ആ സംഭവം നടന്നു. ഇപ്പം ഞാൻ അതിനെ ഒന്ന് താരതമ്യം ചെയ്യുന്നില്ലെങ്കിലും ഇവിടുത്തെ BJPക്കാരും പ്രതിപക്ഷമൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ ഒരാൾ ജയിലിൽ ചാടിയാൽ അപ്പം അടുത്ത ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പം ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് 48 മണിക്കൂർ എല്ലാം പൂർത്തിയായി. ഈ പറയുന്ന പിന്നെ DNA ടെസ്റ്റ് നടത്തി അയാളാണ് ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്നോ ഇതെങ്ങനെ സംഭവിച്ചു എന്നോ എവിടെ ഇതിൻ്റെ, അതായത് ആ മരിച്ച ആൾക്ക് അയാൾക്ക് പുറത്തേക്ക് ഒരു കണ്ണീനെ കണ്ടെത്താൻ
ഈ പറയുന്ന രാജ്യത്തിൻ്റെ, അതായത് നാഴികക്ക് 40 വട്ടം ഈ പറയും പോലെ രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ വിഷയം നടക്കുന്നതിന് തൊട്ട് മുമ്പ് കേരളത്തിൽ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. വന്ദേ ഭാരതിനകത്ത് ഒരു ഗണഗീതം പാടി അത് രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭജനത്തിന്റെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നോക്കി. അതിന്റെ തൊട്ടുപിറ്റേ ദിവസമാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നമുക്കറിയാം. അപ്പം രാജ്യസ്നേഹം ഈ പറയുന്ന ബിംബങ്ങളെയെല്ലാം മറയാക്കിക്കൊണ്ട് രാജ്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേടിയ എല്ലാ നേട്ടത്തിനെയും തകർക്കുന്ന രീതിയിലേക്കാണ് BJPന്റെ ഭരണം പോയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്ന സമയത്ത് ഇവിടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പ്രസംഗിച്ചതെന്ന് പറഞ്ഞാൽ അത് കശ്മീരിലെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഇല്ലാതാക്കും, രാജ്യത്തെ ഭീകരവാദത്തിൽ നിന്നും മുക്തമാക്കും എന്നാണ് അന്ന് ആഭ്യന്തരമന്ത്രി പ്രസംഗിച്ചിട്ടുള്ളത്. വേറെ ഒന്ന്, ഒരു നവംബർ 8 നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പാതിരാത്രി വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നോട്ട് നിരോധനം നടത്തുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്ത് തീവ്രവാദികൾക്ക് പ്രവർത്തിക്കാൻ മൂലധനമാവുന്നത് ഈ കള്ളനോട്ടുകളാണ്, വിപണിയിലുള്ള കള്ളനോട്ടുകളാണ്. ആ കള്ളനോട്ടുകൾ തിരിച്ചു പിടിക്കുമെന്നും ഈ പറയുന്ന ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുമെന്നും രാജ്യത്ത് നിന്നും തീവ്രവാദം തുടച്ചു നിൽക്കും എന്നൊക്കെയാണ് ഈ രണ്ടാളുകളും പ്രസംഗിച്ചിട്ടുള്ളത്. നോട്ട് നിരോധനം നടത്തുമ്പോൾ പറഞ്ഞു ഈ കശ്മീരിലെ പ്രത്യേക അധികാരം എടുത്തു കളയുന്ന സമയത്തും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രസംഗിച്ച കാര്യങ്ങളാണിത്. അതിനുശേഷം ഇന്ത്യയിൽ എത്ര ആക്രമണങ്ങൾ നടന്നു, അതും എത്ര, അതായത് നമുക്കൊന്നും ചിന്തിക്കാൻ വേണ്ടി കഴിയാത്ത രീതിയിൽ. അതായത് ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊക്കെ ടൂറിന് പോകുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശത്ത് ഒരാൾ ഒരു 2 വീലറിൽ തോക്കും കൊണ്ട് വന്ന് വെടിവെക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഒരു റിമോട്ടായ ഏരിയയിൽ പോലും അത് ശ്രദ്ധിക്കപ്പെടും. എന്തുകൊണ്ട് ഇത്രയും ആളുകൾ വരുന്ന, ഇത്രയും ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു സ്ഥലത്ത് ഒരാൾക്ക് കൂളായി വന്ന് സ്വന്തം രാജ്യത്തെ പൗരന്മാരെ വെടിവെച്ചിട്ട് പോകാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് രാജ്യത്തിൻ്റെ സുരക്ഷ മാറിയോ എന്നുള്ളത് ഗൗരവതരമായൊരു ചോദ്യമാണ്. എന്താണ് BJP ഇതിന് മറുപടി കൊടുക്കുന്നത്? പ്രധാനപ്പെട്ട കാര്യം, ഇതിനിടയിലുണ്ടായ ഭീകരാക്രമണങ്ങൾ ശ്രദ്ധിക്കണം. ഉറി, പത്താൻകോട്ട്, അനന്ത്നാഗ്, പഹൽഗാം ഏറ്റവും അവസാനം രജൌറി, അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നുണ്ട്. ഉറിയിൽ ഭീകരാക്രമണം നടന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അപ്പോൾ ഒരു പ്രൊപ്പഗണ്ട മൂവി ഉണ്ടാക്കുകയായിരുന്നു. അനന്ത്നാഗിൽ നടന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അടുത്ത പ്രൊപ്പഗണ്ട മൂവി ഉണ്ടാക്കുകയായിരുന്നു. പഹൽഗാം കഴിഞ്ഞിട്ട് എന്താ ചെയ്തു? ഇപ്പോഴത്തെ പ്രൊപ്പഗണ്ട മൂവി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ഉണ്ടാക്കാൻ പോകുന്ന സമയത്തെല്ലാം അവിടെ നിന്ന് ഈ തീവ്രവാദികൾ വന്ന് ഇവിടെ വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്ത് ജനദ്രോഹപരമായ നടപടി എടുത്തിരുന്നാലും അതിൽ പറയാൻ പോകുന്ന കാര്യം തീവ്രവാദത്തെ നേരിടാനെന്നുള്ളതാണ്. ഈ തീവ്രവാദത്തെ നേരിടുന്നു എന്ന് പറയുന്നത് ഇവിടെ ആര് സുരക്ഷിതരല്ലാത്തൊരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉറിയിൽ ഉണ്ടായ സമയത്ത് ഇവർ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഇവർ ഈ പ്രൊപ്പഗണ്ട മൂവി എടുക്കാൻ നിൽക്കുന്നതിന് പകരം ഇവിടുത്തെ സുരക്ഷയും ഇവിടുത്തെ ഇൻ്റലിജൻസും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ അനന്ത്നാഗ് ഉണ്ടാകില്ല, പത്താൻകോട്ട് ഉണ്ടാകില്ല. ഈ പത്താൻകോട്ടൊക്കെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആർമി കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. ഇത് ആർമി കേന്ദ്രങ്ങളിലല്ല, ഡൽഹി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ അതിനടുത്ത് വെച്ച് 2900 ഗ്രാം IED-യുമായി പിടിക്കപ്പെടുന്നു ആൾക്കാർ. ഇവർക്ക് എവിടെ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഡൽഹിയിൽ കിട്ടുന്നതെന്നൊരു ചോദ്യമല്ലേ? ഈ സാധനം കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇവർ പരിശോധിക്കുക. കാരണം സുലഭമായി കിട്ടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ IED ഉപയോഗിക്കുന്നുണ്ടോ? ഈ IED എത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവും? ഇതുപോലൊരു ഇലക്ട്രോണിക് ഡിവൈസ് കടന്നു പോകുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന എത്ര സുരക്ഷാ? അല്ല, അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വണ്ടി ഓടിച്ച ആള് എന്ന് പറയുന്നത് ഓൾറെഡി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ഒരാളാണ്. ഒരു ദിവസം മുഴുവൻ ഈ തന്ത്രപ്രധാനമായ ചെങ്കോട്ടയുടെ ചുറ്റും കറങ്ങി നടക്കുന്നത്. അല്ല, ഒരു ഇത്രയും വലിയ സ്ഫോടക വസ്തു കണ്ടെത്തിയ അല്ലെങ്കിൽ പിടിച്ചെടുത്ത ഇതുമായി ബന്ധപ്പെട്ട ലുക്കൗട്ട് നോട്ടീസാണ്. അതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിലല്ലേ ഇവർ ഈ ആളിനെ പരിശോധിക്കേണ്ടത്, അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ആ ദിവസങ്ങളിൽ അയാൾ ഡൽഹിയിൽ കൂടെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും, ഫരീദാബാദിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഒന്ന് അലർട്ട് ആവേണ്ട സമയമല്ലേ അത്? അലർട്ട് ആവേണ്ട എവിടെയാണ് ആദ്യം അലർട്ട് ആവേണ്ടത്? ഫരീദാബാദിൽ ഒരു സാധനം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫരീദാബാദിനും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളല്ല അലർട്ട് ആവേണ്ട രാജ്യതലസ്ഥാനമാണ്. കാരണം ഫരീദാബാദിൽ ഇത്രയും അധികം വലിയ എമൗണ്ടിൽ ഒരു സ്ഫോടക വസ്തു കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും ടാർഗറ്റ് ഡൽഹി ആയിരിക്കും. ഇത് ഇയാൾ പൊട്ടിച്ചതാണോ തനിയെ പൊട്ടിയതാണോ എന്നറിയില്ല. ചാന്ദിനി ചൗക്കാണ് ലക്ഷ്യമിട്ടുന്നത്. ചാന്ദിനി ചൗക്കായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുന്ന. അതായത് അത്രയും
ക്രൗഡഡ് ആയ സ്ഥലങ്ങളിലേക്ക് വരെ എത്തുകയാണ് എന്നുള്ളതാണ്. വേറെ ഒന്നും വേണ്ട, ആ ഡൽഹി മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി ഇവർ ആ വാട്ടർ ടാങ്ക് എടുത്ത് വെച്ച് ചുറ്റും അടിക്കണമെന്നുള്ള ബുദ്ധിയുടെ 10-ലൊന്നും മതിയല്ല ഈ സാധനം. പക്ഷെ ഇവർ ചെയ്യുന്നില്ല. ഇത് ചർച്ചയാവാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണ്. ഇത് ആം ആദ്മി പാർട്ടി ഇപ്പം ഭരിക്കുന്നതാണെങ്കിൽ ഇതിപ്പോ BJP എല്ലാം കൂടി ആം ആദ്മി പാർട്ടിന്റെ തലയിലിട്ട് ഇത് BJP ഭരിക്കുന്നത് ഇരട്ട സർക്കാരാണ്. BJPയുടെ ഇരട്ട സർക്കാർ ഭരിച്ചെടുക്കുന്നത് എല്ലാം BJPയുടെ കയ്യിലുള്ള. എന്നിട്ടൊന്നും മിണ്ടുന്നില്ല. അന്ന് വന്ന് മിണ്ടത് അമിത്ഷാ എല്ലാം മിണ്ടുന്നത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിയത്. അതെ, രാജ്നാഥ് സിംഗ് അങ്ങനെ ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാവും, രാജ്നാഥ് സിംഗ് വരാം. പക്ഷെ അമിത്ഷാ അവിടെ ഉണ്ടായിട്ട് അമിത്ഷാ ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്താ, അമിത്ഷാ ആണ് ഇതിന് മറുപടി പറയേണ്ട ആള്. ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾ അമിത്ഷായാണ്. സെക്കൻഡ് മോസ്റ്റ് ഇൻ ദ ക്യാബിനറ്റ് ആണ് അമിത്ഷാ. 1, 2 അന്ന് മോദി സ്ഥലത്തില്ല, അത് വേറൊരു വിഷയം. മോദി അന്ന് രാജാവിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഭൂട്ടാനിലേക്ക് പോവാണ്. പക്ഷെ ഭൂട്ടാനിൽ പോയതിനും വേറെ കളിയുണ്ട് കേട്ടോ. ഭൂട്ടാനിൽ പോയത് അദാനിയുടെ ഒരു പ്രൊജക്ട് അവിടെ ഓണാകുന്നുണ്ട്. ആ പ്രൊജക്ടിന്റെ പാലം വലിക്കാൻ വേണ്ടിയിട്ടാണ് കക്ഷി പോയിട്ടുള്ളത്. അദാനിക്ക് വേണ്ടിയിട്ട് അവിടെ ഭൂട്ടാനിൽ സംസാരിക്കുന്നത്. അതാ പറഞ്ഞേ, രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെ ഉപേക്ഷിച്ച് ഭൂട്ടാനിലേക്ക് പോകുന്നത് ഈ പറയുന്ന ഒരു കോർപ്പറേറ്റിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത് വികസിപ്പിക്കുന്നത് അയാളുടെ അടുത്ത പ്രൊജക്ട് അവിടെ ഓണാവുക ഭൂട്ടാനിൽ. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്, ഭൂട്ടാനിലേക്ക് പോയിട്ടുള്ളത്. ഈയുടെ LICയുടെ പൈസ മുഴുവൻ, നാട്ടുകാരുടെ പൈസ മുഴുവൻ എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. അദാനിനെ പോറ്റിയിട്ട് ഇപ്പൊ നാട്ടുകാരെ മുഴുവൻ കൊലക്ക് കൊടുത്തിട്ട് അദാനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു മോദി. ഇതുവരെ പിന്നെ നമ്മൾ ഈ സമീപകാലത്തെ സംഭവ വികാസങ്ങൾ നോക്കിക്കാണുമ്പം ഒരു വശത്ത് രാജ്യസ്നേഹം പറഞ്ഞുകൊണ്ട് ഇവർ അവതരിപ്പിക്കുന്ന എല്ലാ സാധനം, അതായത് എല്ലാത്തിനെയും ബിംബവൽക്കരിച്ച് അവരുടെ ഭരണപരാജയങ്ങളെ ഭരണപരാജയങ്ങളെ മറച്ചു വെക്കാൻ ഇടുന്ന പോലെയാണ് ഇവര്. ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് നേരെ ദേശസ്നേഹം എന്ന് പറഞ്ഞ ഒരു കർട്ടൻ പറയുമ്പോൾ ദേശസ്നേഹം കൊണ്ടുവച്ച് കവർ ചെയ്യും. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ പ്രൊപ്പഗണ്ട മൂവി, തെക്കും വടക്കും എല്ലായിടത്തും പോയി പ്രൊപ്പഗണ്ട മൂവീസ്. അടുത്ത മൂവി പ്രഖ്യാപിച്ച സമയത്താണ് ഇത് ഉണ്ടായത്. ഇനിയിപ്പോ എന്താ ഇതിനെ കുറിച്ച് വേറെ ഒരെണ്ണം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് രാജ്യം ഈ പറയുന്ന ഒന്ന്, രാജ്യത്തിന്റെ പുരോഗമന കാഴ്ചപ്പാട് പാടെ തകർക്കുന്ന ഒരു നിലപാടാണ് BJP അധികാരത്തിലേക്ക് നടക്കുന്നത്. 2, രാജ്യത്തിന്റെ സുരക്ഷയും സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്താൻ ഒന്നും ചെയ്യാൻ BJPക്ക് കഴിയുന്നില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യം നേടിയ എല്ലാ നേട്ടങ്ങളെയും പിന്നോട്ടടിക്കുന്ന ഒരു നിലപാടാണ് രാജ്യം ഭരിക്കുന്ന BJP ആയാലും സംഘപരിവാർ ശക്തികളായാലും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഡൽഹിയിലെ ബ്ലാസ്റ്റിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനും പ്രധാനമന്ത്രിക്കും അതിലുള്ള പങ്ക് തുറന്നു കാട്ടുകയും അത് അന്വേഷിക്കുകയും വേണം. കാരണം അതായത് ഒന്ന്, ഈ പറയുന്ന അവിടെ നിന്ന് ഇത്രയും വലിയ സാധനങ്ങൾ പിടിച്ച സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഒരു വാണിംഗ് കൊടുക്കാൻ തയ്യാറായില്ല? ഇനി വാണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാണിംഗ് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണോ, വേറെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചതാണോ എന്നുള്ളൊരു ചോദ്യം. ഈ വാർത്ത വന്ന സമയത്ത് എല്ലാ ന്യൂസ് ചാനലുകളുടെയും അടിയിൽ വന്നൊരു കമൻ്റ് ഉണ്ട്, ബീഹാറിലുള്ള ഇലക്ഷൻ നടക്കുന്നു, ആ ഇലക്ഷന് മുന്നോടിയായി ഇങ്ങനൊരു സ്ഫോടനവും അതിൻ്റെ ഭാഗമായ ഒരു നറേറ്റീവും ഉണ്ടാകുന്നു. ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി ഇത് ആവർത്തിക്കപ്പെടുകയാണെന്നുള്ളതാണ്. അതായത് ജനവിധിയെ RSSും സംഘപരിവാറവും BJPയും ഒക്കെ ഏതൊക്കെ സമയത്ത് ഒരു ജനവിധിയെ നേരിടേണ്ടി വരുന്നോ ആ സമയത്ത് രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു അപകടവും ബോംബ് സ്ഫോടനവും ഉണ്ടാകുന്നു. സാധാരണക്കാരായ 100 മനുഷ്യർ കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഇതൊരു ആവർത്തനമായി വരുന്നു എന്നുള്ളത് ഈ പറയുന്ന ന്യൂസ് ചാനലുകളുടെ അടിയിൽ സാധാരണക്കാരായ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ രാജ്യത്തിന്റെ ഭരണ സംവിധാനം ബാധ്യസ്ഥമാണെന്നുള്ളതാണ്. അല്ല, ഇയാൾ കഴിവില്ലാത്ത ആളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇയാൾ പണി നിർത്തി പോവുകയാണ് വേണ്ട. അമിത്ഷാ കാരണം അയാളെ കൊണ്ട് പറ്റുന്നില്ല. പഹൽഗാമിൽ ഇത്രയും ക്രൂഷ്യലായ ഒരു പോയിന്റിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നു, ഒരു തീവ്രവാദി അറ്റാക്ക് ഉണ്ടാകുന്നു. തിരിച്ച് അടുത്ത് ജമ്മു കാശ്മീരിലെ പഹൽഗാം കഴിഞ്ഞിട്ട് അടുത്തുണ്ടാകുന്ന ഡൽഹിയിൽ അറ്റാക്ക് ഉണ്ടാവുകയാണ്. ഈ അമിത്ഷാ ഉൾപ്പെടെ ഉള്ള, ചിലപ്പോൾ അമിത്ഷായ്ക്കൊന്നും പറ്റില്ലായിരിക്കും, അമിത്ഷാ ഭയങ്കര സെക്യൂരിറ്റിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരോ, ഇവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി വോട്ട് ചെയ്ത മനുഷ്യരാണ്, അവരാണ് അവിടെ കൊല്ലപ്പെടുന്നത്, ബലിയാടുകളാകപ്പെടുന്നത്. ഈ സാധനത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അമിത്ഷായെ പോലത്തെ ഒരു ഗതികെട്ട ആഭ്യന്തരമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എൻ്റെ സംശയമാണ്. വലിയ ഡയലോഗ് അടിക്കാനൊക്കെ ഉണ്ട്, പക്ഷേ കാര്യത്തിലൊന്നും കാണുന്നില്ല. എന്തായാലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും അതിൻ്റെ മറ്റ് ഈ പോലീസ് സംവിധാനങ്ങളും ആഭ്യന്തര സംവിധാനങ്ങളൊക്കെ ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ട ഒരു ചോദ്യചിഹ്നമാണ് ഈ ഡൽഹി അവശേഷിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴീ സ്ഫോടനത്തിന് ശേഷം.